പ്രിയ സജ്ജനങ്ങൾക്ക് കർണാമൃതം ഒരു ദേവതാ സംഗമ വേദിയിലേക്ക് സുസ്വാഗതം. ഇന്ന് നമ്മുടെ ചാനലിൽ കർണാമൃതമായി വരുന്നത് ഒരു കഥയാണ്. ആ കഥ നമുക്കായി ഇവിടെ പറഞ്ഞു തരുവാൻ എത്തുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ രമാ ജയൻജിയാണ്. രമാ ജയൻജിയെ ഈ കഥ പറയുന്നതിനായി ഞാൻ നമ്മുടെ ചാനലിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ ഈ കഥ കേൾക്കുവാൻ വേണ്ടി എല്ലാ സഹൃദയരെയും ഞാൻ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ കഥ എൻ്റെ എല്ലാ പ്രിയമിത്രങ്ങളും കേൾക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരുന്ന എല്ലാ പ്രിയമിത്രങ്ങളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരുടെയും സഹകരണവും സാന്നിധ്യവും ഈ യൂട്യൂബ് ചാനലിന് ഉണ്ടാകണമെന്ന പ്രാർത്ഥനയോടെ നമുക്ക് കഥ കേൾക്കാം. രമാ ജയൻജിയെ കഥ പറയുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്തേ. കർണാമൃതം ഒരു ദേവതാ സംഗമവേദി എന്ന യൂട്യൂബ് ചാനലിൽ കഥയുമായി എത്തുന്നത് ഞാൻ രമാ ജയനാണ്. ഈ കർണാമൃതം യൂട്യൂബ് ചാനലിൽ അവതരിപ്പിക്കുന്ന എല്ലാ പരിപാടിയും കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും എൻ്റെ വിനീത നമസ്കാരം. ഈ കഥ പറയുവാൻ ഉത്കൃഷ്ടമായ നല്ലൊരു വേദി ഒരുക്കി തന്ന അഭിവന്ദ്യയായ ആദരണീയയായ ശ്രീമതി മിനി മുരളീജിക്ക് എല്ലാ തരത്തിലും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നമുക്ക് കഥയിലേക്ക് പോകാം. എൻ്റെ മനസ്സിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടുകാരി, അതൊരു പൂവാണ്. ആ പൂവും ഞാനും തമ്മിലുള്ളൊരു സംവാദമാണ് ഞാൻ ഇവിടെ കഥയായിട്ട് പറയുവാൻ പോകുന്നത്. എപ്പോഴും ഈ ഭക്തിയെക്കുറിച്ച് മാത്രം പറയാൻ നമ്മളാരുമല്ല. അതിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുവാൻ പോലും നമ്മൾക്ക് ആയിട്ടില്ലെന്ന് വേണം പറയാൻ, അല്ലേ? ശരിയല്ലേ ഞാൻ പറയുന്നത്? മനസ്സിൽ എന്തു തോന്നിയാലും അത് കഥയായിട്ടായാലും കവിതയായിട്ടായാലും അതിനെ ഒരു തരത്തിലെത്തിക്കണമെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം തന്നെ വേണം. ഒരു ദിവസം ഞാൻ അമ്പലത്തിൽ നിന്ന് വരുമ്പോൾ എൻ്റെ ഭാര്യത്തിൻ്റെ മുറ്റത്ത് കുറേ കാലമായിട്ട് ചെമ്പരത്തിപ്പൂവിൻ്റെ കൊമ്പ് നിറച്ചു വയ്ക്കും. മഴക്കാലമാകുമ്പോഴേക്കും അത് തളിർത്ത് നല്ല ഭംഗിയുള്ള ചുമന്ന മൊട്ടുകൾ വരാൻ തുടങ്ങും. ഈ അടുത്ത കാലത്തായിട്ട് അതിലെ മുട്ടുകൾ ഒന്നും ഉണ്ടാവുന്നില്ല. ഇല നിറച്ചു വരും. അത് വല്ലാതെ കാടായി തുടങ്ങിയാൽ എല്ലാം വെട്ടിക്കളയും. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്നതാ ഒരു വളഞ്ഞ കൊമ്പിൽ ഒരു ചെമ്പരത്തിപ്പൂവ് താഴത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ട് ആടി ഉലഞ്ഞ അങ്ങനെ സന്തോഷവതിയായിട്ട് കാണുന്നവർക്ക് അങ്ങനെ തോന്നും. അപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിപ്പോയി. എന്നോട് എന്തോ പറയണ പോലെ, ഇത് ഞാൻ വന്നു കേട്ടോ എന്ന് പറയണ പോലെ അത്രയ്ക്ക് മനോഹരമായിട്ട് അങ്ങനെ ആടുകയാണ്. ആ ചെമ്പരത്തിയുടെ ചുവപ്പും ആ മഞ്ഞ തരുതരുക്കനെയുള്ള കതിരും എനിക്ക് വലിയ ഇഷ്ടമാണ്. ഞാൻ ചെമ്പരത്തിയുടെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ ആ കതിര് എന്നോട് എന്തോ പറയാൻ വെമ്പുന്ന പോലെ മുഖത്തേക്ക് തന്നെ നോക്കുകയാണ്. അപ്പം ഞാൻ ചോദിച്ചു, എന്താ ഇങ്ങനെ എന്നെ ഇങ്ങനെ ശോകഭാവത്തോടെ നോക്കണത്? എന്താ നിനക്ക് പറയാനുള്ളത്? എന്തിനാ ഇങ്ങനെ ഒരു വിഷമം? പൂത്തുലഞ്ഞാടി നിൽക്കണം നിനക്ക് എന്താ ഒരു വിഷമം എന്ന് ഞാൻ ചോദിച്ചു. ഒന്നും മറുപടി തരാതെ കുനിഞ്ഞു നിൽക്കുകയാണ്. മഞ്ഞും തുള്ളികളാണോ വർഷാശ്രുക്കളാണോ ഇടയിൽ ഇങ്ങനെ തെന്നി നിറഞ്ഞു നിൽക്കണതെന്ന് ഇതളുകളുടെ ഇടയിലും ഒക്കെ ഇങ്ങനെ പളുങ്ക് മണി പോലെ നിൽക്കുകയാണ്. അപ്പം അത് എന്താണെന്ന് നമ്മളിങ്ങനെ മനസ്സിൽ കാണുകയാണ്. സത്യം അതാണ്, ചെമ്പരത്തിപ്പൂവ് കരയുകയാണ്. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. മറ്റൊന്നുകൊണ്ടല്ല ചെമ്പരത്തിപ്പൂവ് കരഞ്ഞത്. പിന്നെന്താ, ചെമ്പരത്തിപ്പൂവിനെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് ചെല്ലുന്ന ഒരാളെ ആദ്യമായിട്ടാണ് ചെമ്പരത്തി കാണുന്നത്. അതിൻ്റെ സന്തോഷ കണ്ണീരാണ് ചെമ്പരത്തിക്കൊമ്പ് വെച്ച് പിടിപ്പിച്ച് അതിനെ നട്ടു വളർത്തി വലുതായി ധാരാളം പൂവുണ്ടായി നിൽക്കുമ്പോഴും ആരും ശ്രദ്ധിക്കാറില്ല. ഞാൻ ആർക്കു വേണ്ടിയാണ് ഇങ്ങനെ പുഷ്പിച്ച് നിൽക്കുന്നത്? എന്നെ ആർക്കും വേണ്ടല്ലോ. ഇത് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമായി. ഞാൻ പറഞ്ഞു, നിനക്ക് ഒരു കുഴപ്പമില്ല. എന്ത് സുന്ദരിയാണ് നീയെ. ചുമന്നു തുടുത്ത ഇതളുകൾ, നല്ല മഞ്ഞ കതിരുകൾ, അതൊക്കെ കാണുന്നത് തന്നെ ഒരു ചന്തല്ലേ ചെമ്പരത്തി. എന്തിനാ ഇങ്ങനെ വിഷമിക്കണത്? അപ്പം പറഞ്ഞു,
എന്താ ഇത്, സന്തോഷാശ്രു ആണെന്ന് പെട്ടെന്ന് മാറിയോ? അതെന്താ കാരണം എന്ന് ചോദിച്ചു ഞാൻ. പെട്ടെന്ന് സന്തോഷം വന്നു ചെമ്പരത്തിക്ക്. അപ്പോൾ എന്താണെന്ന് ചോദിക്കുകയാണ്. അപ്പം പറയുകയാണ്, എന്നെ ഇഷ്ടം എന്ന് പറഞ്ഞ ആ രണ്ടക്ഷരം മുമ്പിൽ വന്ന് പറഞ്ഞത് നിങ്ങളൊരാൾ മാത്രമാണ്. അത് കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമായിട്ടോന്ന് ചെമ്പരത്തി എന്നോട് പറയണം. എവിടെ നോക്കിയാലും ചെമ്പരത്തി പൂവ് കാണും. വേലിക്ക് പുറത്തേക്ക് നോക്കി നിൽക്കുന്നത് കാണും. ധാരാളം മുറ്റത്ത് കാട് പിടിച്ച് നടന്ന ചെമ്പരത്തി ചെടി വളർന്ന് നിറച്ച് ചുവന്ന പൂക്കളും പച്ച ഇലകളുമായിട്ട് എന്തൊരു ഭംഗിയാ കാണാൻ. പല കളറുകളിലും പലതര ഇതളുകളുള്ള ഭംഗിയാർന്ന നിൽപ്പ് കണ്ടാൽ ആരാ ഒന്നും നോക്കാതിരിക്കുക. അത് നമ്മൾ നോക്കണത് ചെമ്പരത്തിക്ക് അറിയില്ലല്ലോ. ഞാൻ പറഞ്ഞു, എനിക്ക് ചെമ്പരത്തിയുടെ ആ ചുവപ്പിനോടാണ് ഏറ്റവും ഇഷ്ടമെന്ന് ഞാൻ പറഞ്ഞില്ലേ ചെമ്പരത്തി. അതെനിക്കിഷ്ടമായി കേട്ടോ ആ പറഞ്ഞത്. സന്തോഷം എത്രയാണെന്ന് എനിക്കറിയില്ല. എൻ്റെ മനം നിറഞ്ഞു കേട്ടോ. കാരണം എന്താ, ആരും ഇങ്ങനെ ഇതുവരെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ്. ചെമ്പരത്തി, ഞാൻ സ്നേഹത്തോടെ ഒന്ന് തലോടിക്കൊണ്ട് പറഞ്ഞു, നീ എത്ര മഹത്വമുള്ള പൂവാണ്. ഭഗവാന്മാർക്ക് മലയാള മാസത്തിലെ ആദ്യത്തെ 38 ശനിയാഴ്ച അയ്യപ്പന് ചെമ്പരത്തിമാല ചാർത്തിയ ശനിപ്പിഴയ്ക്ക് അറുതി വരും. അങ്ങനെയാണ്. ഒരു 38 ശനിയാഴ്ച ചെമ്പരത്തിമാല ചാർത്തിയ ശനിപ്പിഴയ്ക്ക് പരിഹാരം ഉണ്ടാവുമെന്ന് പണ്ട് മുത്തശ്ശിമാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് എൻ്റെ കുട്ടിക്കാലത്ത്. മാത്രമല്ല, ഭഗവതിക്ക് ഏറ്റവും പ്രിയം ചെമ്പരത്തി കൊണ്ടുള്ള മാലയാണ്. ഗണപതി ഭഗവാനും ഏറെ പ്രിയമുള്ളതാണ് ചെമ്പരത്തിമാല ചാർത്തിയ. കാര്യസാധ്യത്തിന്, നമ്മൾ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് എല്ലാം നമ്മൾ ഗണപതി ഭഗവാന് വിഘ്നങ്ങൾ ഒഴിയാൻ ചെമ്പരത്തിമാല കെട്ടി ചാർത്താറുണ്ട്. കറുകമാല പോലെ തന്നെ ചെമ്പരത്തിമാലയും ചാർത്തും. നമ്മൾ ഓരോ കാര്യസാധ്യത്തിന് ചെമ്പരത്തിമാല ചാർത്തിക്കോളാന്ന് നേരും പതിവുണ്ട്. ഇതിലും വലിയൊരു ഭാഗ്യം എന്താണ് വേണ്ടത് ചെമ്പരത്തി? ഇതൊക്കെ അങ്ങോട്ട് കേട്ടപ്പോൾ ചെമ്പരത്തി സുസ്മേരവതയായി താഴോട്ട് ഒരു നവോഢയെ പോലെ ആടിയാടി നിൽക്കണത് കാണാൻ എന്തു രസമാണെന്നോ. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ കണ്ണിലും അതേപോലെ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ നോക്കുമ്പോൾ ഇടയ്ക്ക് ഒരു ശോകരസം, ഒരു മൂകത. എന്താ ചെമ്പരത്തി, ഇത്രയൊക്കെ ഞാൻ പറഞ്ഞിട്ടും നിൻ്റെ മുഖത്തെ ഇടയ്ക്കൊരു സങ്കടം വരണത്? അത് കാണാണ്ടല്ലോ. അതെനിക്ക് മനസ്സിലാവാത്തത്. ഞാൻ ഇത്രയും നിന്നോട് പറഞ്ഞിട്ട് നിനക്ക് എന്താ മനസ്സിലാവാത്തത് ചെമ്പരത്തി? അപ്പം ചെമ്പരത്തി പറയണ്, അതല്ല എൻ്റെ സങ്കടം. ചെമ്പരത്തി പൂവ് ആരും തലയിൽ ചെവിയിൽ ഒന്നും ചൂടാറില്ല. അത് ചൂടിയാൽ അവരെ ഭ്രാന്തൻ എന്നല്ലേ ആളുകൾ പറയണത്. അത് കേൾക്കുമ്പോൾ എനിക്ക് സങ്കടം വരികയാണ്. ഏതോ ജന്മത്തിൽ ഞാൻ ചെയ്ത പാപം കൊണ്ടാവും എനിക്ക് അങ്ങനെ ഒരു വിഷമം വന്നത്. ചെമ്പരത്തി പൂവ് ചെവിയിൽ വെച്ച് നടക്കാറായോ എന്ന് ചോദിച്ചാൽ ഭ്രാന്താണ് എന്നുള്ള അർത്ഥം വരാറായില്ലേ? സങ്കടപ്പെടേണ്ട ചെമ്പരത്തി. ആളുകൾ പലതും വിചാരിക്കും, പറയും. അതൊക്കെ അതിൻ്റെ വഴിക്ക് വിട്ടോളും. അങ്ങനെ പറയുന്നവർ അവിടെ പറയട്ടെ. അത് ഈ ലോകത്തിൻ്റെ ഒരു തത്വമാണ്. ആർക്കും എന്തും പറയാം, ആരെ പറ്റിയും പറയാം. മറ്റുള്ളവരുടെ മനസ്സ് വിഷമിക്കുമെന്ന് ആരും നോക്കാറില്ല. എല്ലാവരെക്കുറിച്ചും എന്തും പറയാൻ സ്വാതന്ത്ര്യമുള്ളൊരു ലോകത്താണെന്ന് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ഈ ചെമ്പരത്തി പൂവ് ചൂടാറായോ എന്ന് പറയുമ്പോൾ അത് പൊട്ടിക്കുന്ന ആൾക്ക് ഭ്രാന്ത് വന്നു എന്നല്ലേ അതിൻ്റെ ഒരു സന്ദേശം എന്ന ചോദ്യമാണ്. അത് ഈ ചെമ്പരത്തി പൂവിനാണ് ഏറെ വിഷമം ഉണ്ടാക്കുന്നത്. സാരല്യ ചെമ്പരത്തി എന്ന് പറഞ്ഞ് ആ ചെമ്പരത്തി ഒന്ന് തൊട്ട് തലോടി. ഈശ്വരന്മാർ നിന്നെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്നില്ലേ? മലയാള മാസത്തിലെ 38 ആദ്യ ആഴ്ചകൾ മുഴുവൻ ചെമ്പരത്തി നിന്നെയല്ലേ മാലയാക്കി ചാർത്തുന്നത്? ഭഗവതിക്ക് പ്രിയം. അതുകൊണ്ട് നീ ഒന്നും വിഷമിക്കണ്ട. പിന്നെയും പിന്നെയും ഞാൻ സമാധാനിപ്പിച്ചു. എനിക്കും വളരെ ഇഷ്ടമാണ്. എത്ര കാലമായി ചെമ്പരത്തി ഞാൻ നട്ട് നനച്ചുണ്ടാക്കി നീ ഒരു പൂവ് തരുന്ന് വിചാരിച്ച് കാത്തിരിക്കുന്നു. ആ ഒരു പൂവ് പോലും വിരിഞ്ഞിട്ടില്ല. ഇപ്പോൾ നീ പൂത്തുലഞ്ഞാടി സന്തോഷവതിയായി കണ്ടപ്പോൾ എൻ്റെ മനസ്സിന് എന്തൊരു സന്തോഷമാണെന്നോ. ആ ഒരു സന്തോഷം ഇനി എന്നും ഉണ്ടാവണം.
എന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ ചെമ്പരത്തി നാണം കൊണ്ട് കുനിഞ്ഞു പോയി. ആ ഒരു കാഴ്ച അത്രയ്ക്ക് മനോഹരമായിരുന്നു. യാതൊരു ഭാവഭേദവുമില്ലാതെ അപ്പം ചെമ്പരത്തി പറഞ്ഞു, ഇനി ഞാൻ ദുഃഖിക്കില്ല കേട്ടോ. ഭ്രാന്തിൻ്റെ അടയാളമല്ല ചെമ്പരത്തിന്ന് നീ അടിവരയിട്ട് പറഞ്ഞില്ലേ ഞാൻ. അപ്പോൾ എനിക്ക് ഇനി സങ്കടമില്ല കേട്ടോ. മുമ്പ് ഞാൻ എന്നും കരയാറുണ്ടായിരുന്നു. കാലത്തിൻ്റെ ആ ഒരു നിയോഗം പോലെ വിരിയും വാടും, അങ്ങനെ കരഞ്ഞുകൊണ്ട് നിലം പറ്റും. ചെമ്പരത്തി പൂവ് കരഞ്ഞു എന്ന് ആരും ഇനി പറയില്ല. ആരെന്തു പറഞ്ഞാലും അത് സഹിക്കാനുള്ളൊരു മനക്കരുത്ത് എല്ലാ ദിവസവും എനിക്കുണ്ടാവും. അത് നീ തന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സും വളരെ സന്തോഷിച്ചു. കാലം അങ്ങനെയാണ്. എന്തു കേട്ടാലും ഒരു ചെവിയിൽ കൂടി കേട്ട് മറ്റേ ചെവിയിൽ കൂടി കളയാം. അങ്ങനെ ആവാൻ മനസ്സ് പാകപ്പെടുത്തിയെടുക്കണം. മനസ്സിന് ശക്തി പകരാൻ എന്തു വേണം? നല്ല വാക്കു പറയണം, ഒരു പുഞ്ചിരി, ഒരു നല്ല പ്രവൃത്തി. ഇത് ആരും പറഞ്ഞു വച്ച് കണക്ക് വച്ച് ചെയ്യുന്നതാവരുത്. കണക്ക് വെച്ച് ചെയ്യുന്നതിനൊന്നും ഒരർത്ഥമില്ല. അത് ഭഗവാൻ സ്വീകരിക്കില്ല. സൽക്കർമ്മങ്ങൾക്ക് കണക്ക് വയ്ക്കരുത് എന്നാണ് പറയുക. ജീവിതത്തിൽ കണക്ക് വേണം. കണക്കിലൂടെ കാര്യങ്ങൾ നടക്കാൻ പറ്റുള്ളൂ. സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് കണക്ക് ഭഗവാൻ വയ്ക്കണം. മറ്റുള്ളവരോട് നമുക്ക് പുഞ്ചിരി തൂകാൻ കഴിയണ മനസ്സ് തെളിഞ്ഞാലേ പുഞ്ചിരി വരും. നല്ല പ്രവൃത്തിയിലൂടെ മുമ്പിൽ കാണുന്നവരെ നയിക്കാൻ പറ്റുക. ഇതിൽ പകരം എന്തു വേണം? ഇതിൽ പരം സന്തോഷത്തിന് വേറെ എന്തു വേണം? മറ്റുള്ളവർക്ക് സന്തോഷം പകരാനായി നമ്മുടെ ഈ ജന്മം മാറിക്കഴിഞ്ഞാൽ അതാണ് സുഹൃത ജന്മം. ഇന്ന് ചെമ്പരത്തി പൂവ് ചിരിച്ച പോലെ ഇനി ഞാൻ കരയില്ല എന്ന് പറഞ്ഞ പോലെ ആരെയും നമുക്ക് ഒരു വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ കരയിപ്പിക്കാൻ ഇടവരരുതേ എന്ന് പ്രാർത്ഥിക്കണം. കുട്ടികളെയും മുതിർന്നവരെയും വയസ്സായവരെയും അതാത് തലങ്ങളിൽ നിന്നുകൊണ്ട് നമ്മൾ അവരായി മാറിക്കൊണ്ട് പെരുമാറിയാൽ ആരെയും നമുക്ക് വിഷമിപ്പിക്കാൻ സാധിക്കില്ല. ഒരു വിരൽ മുമ്പോട്ട് ചൂണ്ടിയാൽ 3 വിരൽ നമ്മുടെ നേരെ ചൂണ്ടെന്ന് കേട്ടിട്ടില്ലേ? പണ്ട് അമ്മൂമ്മമാരൊക്കെ അങ്ങനെ പറഞ്ഞു തരും. നമുക്ക് വിഷമങ്ങൾ വരുമെന്ന് വിചാരിച്ചല്ല നമ്മൾ ചെയ്യേണ്ടത്. മറ്റുള്ളവരെ നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ കഴിഞ്ഞാൽ അത് കാണുന്നവരുടെ മുഖത്തും ഒരു പുഞ്ചിരി വരൂലോ എന്ന് വരെ. വിരിയാത്ത ചെമ്പരത്തി വിരിഞ്ഞ് നമ്മുടെ മുറ്റത്ത് ഉയലാടി സന്തോഷം നിറഞ്ഞ് കാരുണ്യം നിറഞ്ഞ് ആടിക്കൊണ്ടങ്ങനെ ഇതാ എൻ്റെ പൂവ് എടുത്തോളൂ ഭഗവാന് കൊടുക്കൂന്ന് പറയണ പോലെ എനിക്ക് തോന്നി. എല്ലാവരുടെ മുറ്റത്തും ചെമ്പരത്തി ഉണ്ടാവും. വേലിപ്പടപ്പുകളിലാണല്ലോ ഈ ചെമ്പരത്തി അധികം പതിവ്. ഏത് നിറത്തിലും ഇപ്പോൾ ധാരാളം മെതളുകളും പല കളറുകളിലുമുള്ള ചെമ്പരത്തി ധാരാളം കാണാം. പക്ഷേ അതാരും ശ്രദ്ധിക്കാറില്ലേ ചെമ്പരത്തിയെക്കുറിച്ച്, അല്ലേ? ആരെങ്കിലും സന്തോഷത്തോടു കൂടി സ്നേഹത്തോടു കൂടി ഇന്ന് നീ വിരിഞ്ഞോ, ഞാൻ കാത്തിരിക്കുകയായിരുന്നു എന്ന മട്ടിൽ ആ പൂവിനെ ഒന്ന് തൊട്ട് തലോടിക്കൊണ്ട് പറിച്ച് ഭഗവാനോ ഭഗവതിക്കോ അർച്ചിക്കാൻ ആ പാദത്തിലെത്താൻ നിനക്ക് സാധിച്ചൂലോ എന്ന മട്ടിൽ ആ പൂവിനെ, അത് നമ്മുടെ കഴിവല്ല, ആ പൂവിൻ്റെ ജന്മസുഹൃതാണ്. കറുകപ്പുല്ല് ഗണപതി ഭഗവാന് പ്രിയപ്പെട്ടതല്ലേ? ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള മഹിമയുണ്ട്, നന്മയുണ്ട്. ആ നന്മ കണ്ടെത്താൻ നമ്മൾ ശ്രദ്ധിക്കണം. വെറുതെ തഴച്ചു വളരുന്ന പൂവാങ്കുറുന്തലയുടെ നീര് തിരിമുക്കി ഉണക്കി നല്ല എണ്ണ ഒഴിച്ച് ആ തിരി കത്തിച്ച് കൺമഷി ഉണ്ടാക്കാം. കണ്ണിന് എന്ത് കുളിർമയാണെന്നറിയോ? അങ്ങനെ നന്മ കൊടുത്ത് നന്മ കൊയ്യാം എന്ന് പ്രകൃതി നമുക്ക് ധാരാളം വസ്തുക്കളിലൂടെ കാണിച്ചു തരുന്നുണ്ട്. നമ്മളെ അടുക്കുന്നവരോടൊക്കെ എല്ലാവരും നല്ല രീതിയിലാവില്ല കേട്ടോ നമ്മുടെ അടുത്ത് വരിക. അങ്ങനെ വിചാരിച്ച് നമ്മൾ ആരോടും സ്നേഹം കാണിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ കാര്യസാധ്യത്തിന് ആവും ചിലർ വരിക. എന്നാലും കുറച്ച് കഴിഞ്ഞാൽ അവരും നമ്മുടെ നല്ല പ്രവൃത്തിയിൽ കൂടെ സ്നേഹമുള്ളവരായിത്തീരും. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ നല്ലത് ചെയ്യുക. കുട്ടികളായാലും നമ്മളെ ശ്രദ്ധിക്കണത് എന്തുകൊണ്ടാണ്?
നമ്മൾ അവരെ ശ്രദ്ധിക്കുന്നത് കൊണ്ടാണ്. ഇതുപോലെ എല്ലാവർക്കും ഈ ജീവിതത്തിൽ നമ്മളെ അടുക്കുന്നവരെയൊക്കെ സ്നേഹിക്കാനും സന്തോഷം കൊടുക്കുവാനും ഈ ചെമ്പരത്തി പൂവിലൂടെ കാണിച്ചു തരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം എനിക്കുമുണ്ട് കേട്ടോ. ഇത് കേൾക്കുന്നവർക്കും ഉണ്ടാവുമെന്ന വിശ്വാസത്തോടെ ചെമ്പരത്തിയുടെ മനസ്സോടെ ഞാനും ഒന്ന് സന്തോഷിക്കട്ടെ. എല്ലാവരുടെ മനസ്സിലും ആ സന്തോഷക്കതിര് ആടി നിൽക്കാൻ ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ഉത്കൃഷ്ടമായ വേദിയിൽ നിന്ന് യാത്ര പറയുകയാണ്. ആരാധ്യരായ എല്ലാവർക്കും ഈ കഥ കേട്ട് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അഭിപ്രായം അറിയിക്കണമെന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ഈ കഥ എനിക്കൊരു പ്രചോദനം ആവട്ടെ എന്ന് കരുതി ഞാൻ കഥയിൽ നിന്ന് പിന്മാറുന്നു. നന്ദി, നമസ്കാരം.